ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിൽ അന്വേഷണം ആരംഭിച്ച എസ്ഐടി. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യും. കേസിൽ ആദ്യം പ്രതിയായ MSF പ്രവർത്തകൻ മുഹമ്മദ് കാസിമിന്റെയും മൊഴിയെടുക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെച്ച സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം SP ഓഫീസിൽ ആദ്യ യോഗം ചേർന്നു. കേസിന്റെ മുൻകാല റിപ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട അന്വേഷണ രീതികളെക്കുറിച്ചും യോഗത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കി. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. അതേസമയം മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതിന്റെ പൂർണ്ണമായ ഫലം ലഭിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്ന് വടകര റൂറൽ SP T ഫറാഷ്. ക്രൈംബ്രാഞ്ച് DYSP മനോഹരനാണ് അന്വേഷണ ചുമതല. വടകര സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പ്രമുഖ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം വ്യാജ സ്ക്രീൻഷോട്ട് ഇപ്പോഴും CPM നേതാവിന്റെ പേജിൽ സജീവമാണ്. CPIM പയ്യോളി ഏരിയ സെക്രട്ടറി MP ഷിബുവിന്റെ ഫേസ്ബുക്ക് പേജിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോഴുമുള്ളത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.